മലയാള സിനിമ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുക, വിൽപ്പന തുടങ്ങി കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോയുടെ സെർവറുകൾ വരെ ഡൗൺ ആവുന്ന അവസ്ഥയിലേക്ക് വരിക. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. സംസാരിക്കുന്ന മലയാള ചലച്ചിത്രം എമ്പുരാനാണ്. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ കഥ തുടങ്ങുന്നത് ലൂസിഫറിൽ നിന്ന് തന്നെയായിരിക്കും എല്ലാവർക്കും അറിയാം. മലയാളം അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാണിജ്യ വിജയമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. മാത്രമല്ല, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്ന മൂവി, അതും ഒരു ലാലേട്ടന്റെ മൂവി എന്നുള്ളത് ആ സിനിമയ്ക്ക് നൽകിയ ഹൈപ്പുകൾ അത്രത്തോളം വലുതായിരുന്നു. മുരളി ഗോപി എന്നുള്ള ഒരു എഴുത്തുകാരനും അതിൽ വഹിച്ച പങ്ക് വലുതായിരുന്നു. അപ്പൊ മലയാളികൾക്ക് അന്ന് വരെയായിരുന്നു ഇലൂമിനാറ്റി എന്നുള്ളത്. ഈ ഇലൂമിനാറ്റി ഇന്ന് ആവേശത്തിൽ വരെ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളികൾക്ക് ഇത്രയും പരിചിതമായി എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദാറ്റ് ഈസ് ലൂസിഫർ. അപ്പൊ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ആ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ നമ്മൾ 4-5 വർഷത്തോളം കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ന് മാർച്ച് 27-ന് ആ മൂവി റിലീസ് ചെയ്തു. നമ്മളൊക്കെ അതിന് ആദ്യത്തെ ടിക്കറ്റൊക്കെ തന്നെ എടുത്ത് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ, ഈ മൂവിയെക്കുറിച്ച് യാതൊരു വിധ സ്പോയിലറുകളും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ മൂവി നിങ്ങൾ ഓരോരുത്തരും കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കിത് കാണുന്ന എല്ലാവരോടും കൂടെ പറയാനുള്ള ഒരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾ ഏത് ആളുടെ വീഡിയോസ് കാണുന്ന അയാളുടെ ഫാൻ ആണെങ്കിൽ പോലും ഒരിക്കലും ലൂസിഫറിനെയോ എമ്പുരാനെയോ നിങ്ങൾ ഒരു തട്ടിൽ കൂടെ നോക്കി കാണുകയും അതേപോലെ തന്നെ അവരാരെങ്കിലും പറയുന്നത് കേട്ട്, ഞാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആ സിനിമയെ നോക്കിക്കാണുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സംസാരിക്കുക. അതും കണ്ട് തന്നെ ഒരാൾ മുന്നിലേ പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് എന്ത് ചെയ്യാതിരിക്കുക, തീരുമാനിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലേക്ക് വരാം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കണ്ട സിനിമ തന്നെയാണ്. ഞാൻ വിചാരിച്ച എക്സൈറ്റ്മെൻറ്റുകളൊക്കെ തന്നെ എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുമുണ്ട്. ഞാൻ ആ സിനിമയായിട്ട് തന്നെ കാണാൻ ഉദ്ദേശിക്കുകയും അതിൽ എനിക്ക് വാവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കിട്ടിയോ എന്നുള്ളതുമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമയിൽ ഒരുപാട്, 1-2 അല്ല, ഒരുപാട് വാവ് ഫാക്ടേഴ്സ് കിട്ടിയിരുന്നു. മലയാളത്തിൽ ഞാൻ ഇതുവരെ ഇതുപോലൊരു സിനിമ കണ്ടിട്ടില്ല. ലൂസിഫറിനേക്കാൾ കുറച്ചുകൂടെ വിഷ്വലി ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള അപ്പീലിംഗ് ആണ്. ഇതിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ടെറൈൻ തന്നെയാണ്. ഈ സിനിമയിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വിഷൻ തന്നെയാണ്. ഒരു മലയാള സിനിമയിൽ ലോകോത്തര നിലവാരമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പറ്റിയ രീതിയിലുള്ളൊരു കഥയുമാണ്. കഥ എത്രത്തോളം റിയലിസ്റ്റിക് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഹൈപ്പിംഗ് ഉള്ളതാണ് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലോട്ടിന്, ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ ക്വൈറ്റ് എക്സ്പെൻസീവ്, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയ്ക്ക് എല്ലാ തരത്തിലും നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പൃഥ്വിരാജൻ ആസ് എ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ്, ഭയങ്കര എഫേർട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പൃഥ്വിരാജ് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ എത്ര കോടിക്കുള്ളതാണെന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഡിഫറെൻറ്റ് ടെറൈനിൽ ഈ മൂവി പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഏത് ടെറൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളത് തന്നെയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് സ്റ്റീഫൻ എന്നുള്ള ക്യാരക്ടറാണ്. എബ്രഹാം ഖുറൈഷിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എബ്രഹാം ഖുറൈഷി എന്താണെന്നുള്ളത് നിങ്ങൾ കാണും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റീഫനെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്കിതിൽ ടിക്കറ്റ് എടുക്കാം. അത്രയും സ്വാഗോടുകൂടി അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടർ. സ്റ്റീഫൻ നെടുമ്പള്ളി ഈസ് എ ബെഞ്ച് മാർക്ക്. അത് ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല, കാരണം ഓരോരുത്തരും ഇത് കണ്ടു തന്നെ അറിയാം. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല. ഓരോരുത്തർക്കും അത് ഇഷ്ടപ്പെടുന്ന ലെവലിൽ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും നമ്മൾ കൊടുക്കുന്ന 300-400 രൂപയ്ക്ക് ദിസ് ഇസ് വർത്ത്. തീർച്ചയായിട്ടും അതിന് മാത്രമുള്ള സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പോയി കാണുക എന്നുള്ളതാണ്. ഈവൺ നൗ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.